നമസ്കാരം. അങ്ങനെ വീണ്ടും മറ്റൊരാഴ്ച മറ്റു പല സിനിമകളും തിയേറ്ററിലേക്ക് റിലീസാവാൻ ഒരുങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് റിലീസായ കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ്. മികച്ച അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. ജിത്തു അഷ്റഫാണ് സംവിധായകൻ. കുഞ്ചാക്കോ ബോബൻ ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്ന ഒരു ചിത്രവും കൂടിയാണ്. വലിയ പ്രതീക്ഷകൾ ഉണ്ട് ആ സിനിമയ്ക്ക്. അത് സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. നിലവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരവും നിലവിലത്തെ ആളുകളുടെ അഭിപ്രായ പ്രകാരവും സിനിമ മികച്ച രീതിയിൽ തിയേറ്ററിൽ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ റിലീസാവുന്ന കുറച്ച് സിനിമകളുണ്ട്. നമുക്ക് അതിലേക്കും കൂടി ഒന്ന് കടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 തമിഴ് സിനിമകളാണ്. ഒന്ന് നിലവക്ക് എം.എൽ.എ എന്നടി കോപം എന്നുള്ള ധനുഷ് സംവിധാനം ചെയ്യുന്ന ചിത്രവും കൂടിയാണ്. അതിൽ അനിഖ സുരേന്ദ്രൻ, മാത്യു തോമസ് ഒക്കെയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. ട്രെയിലർ തന്നെ ധനുഷ് പറയുന്നുണ്ട് ഇതൊരു സാധാരണ സിനിമയാണ് എന്ന് പറഞ്ഞാണ് ധനുഷ് തന്നെ തുടങ്ങുന്നത്. ധനുഷ് തന്നെയാണ് ട്രെയിലറിൽ തുടക്കത്തിലും അവസാനവും വരുന്നത്. ആ തുടക്കത്തിനെയും അവസാനത്തിനെയും ഇടയിലാണ് സിനിമയുടെ കോണ്ടന്റ് സംസാരിക്കുന്നത്. ഒരു ടീനേജ് രീതിയിൽ അവരുടെ ഒരു കഥയാണ്, അവരുടെ ചുറ്റിപ്പറ്റി ആസ്പദമാക്കി പറയുന്ന ഒരു സിനിമയുടെ കോണ്ടന്റാണ് നിലവക്ക് എം.എൽ.എ എന്നടി കോപം എന്ന് പറയുന്ന സിനിമ. അതിന് ക്ലാഷ് വെക്കുകയാണ് പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന ഡ്രാഗൺ എന്ന ചിത്രം. അശ്വിൻ മാരിമുത്തുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. AGSന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ വരുന്ന സിനിമയാണ്. നമുക്കറിയാം ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമ AGSന്റെ പ്രൊഡക്ഷനിൽ പ്രദീപ് രംഗനാഥൻ നായകനായും സംവിധായകനുമായി എത്തിയ സിനിമയും കൂടിയാണ്. അത് ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ഓർമ്മയുണ്ട് ലവ് ടുഡേ എത്രമാത്രമാണ് പ്രേക്ഷകർ കൊണ്ടാടിയതെന്നുള്ളത്. ആ ഒരു കോംബോ വീണ്ടും എത്തുകയാണ് ഡ്രാഗണിലൂടെ. ട്രെയിലറിൽ പല പല ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോൺ എന്ന ശിവകാർത്തികേയൻ ചിത്രവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉള്ളൊരു സിനിമയും കൂടിയാണോ, കാരണം കോളേജ് പശ്ചാത്തലത്തിലൊക്കെ ആ സിനിമ പറയുന്നത് കൊണ്ട് തന്നെ ഡോൺ പ്ലസ് മാസ്റ്റർ ആണോ ഡ്രാഗൺ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അതാണ് ഈ പ്രധാനപ്പെട്ട 2 തമിഴ് റിലീസുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റൊന്ന് ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന മലയാള ചിത്രവുമാണ് റിലീസിനെത്തുന്നത്. ഈ ചിത്രം മാർക്കോയെ സംബന്ധിച്ചിടത്തോളം മാർക്കോയുടെ വലിയ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനായിരുന്ന ചിത്രവും കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രീക്ക് തുടരുക ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പ്രൊമോഷനിലൊന്നും അധികം ഉണ്ണി മുകുന്ദൻ വന്നിട്ടില്ല. ഈ സിനിമയും സംസാരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു ഈ സിനിമയ്ക്ക് അധികം പുഷ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ പ്രധാനമായും ഈ ആഴ്ച റിലീസിനെത്തുന്ന 3 സിനിമകൾ ഇവയൊക്കെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമകളൊക്കെ തന്നെ മികച്ച അഭിപ്രായം നേടുന്നുണ്ട് കേട്ടോ. കാരണം ഫെബ്രുവരി 14 റിലീസായ ബ്രോമാൻസ്, പൈങ്കിളി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ അഭിപ്രായമുണ്ട്. ആന്റണി വർഗീസ് പെപ്പെ നായകനായ ദാവീദ് എന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പോൾ തിയേറ്റേഴ്സിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് സിനിമകളും കൂടി മിക്സ് ആവുകയാണ് നാളത്തെ ദിവസവും കൂടി എത്തുന്നതോടുകൂടി എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ വിക്കി കൗശൽ ചിത്രമായ ചാവ ഒരറ്റത്ത് നിൽക്കുകയാണ്. അങ്ങനെ തിയേറ്റേഴ്സിലേക്ക് വരുമ്പോഴേക്കും നാളത്തെ ദിവസത്തിലേക്ക് കുറച്ചുകൂടെ ഫിൽഡ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച സിനിമകൾ കാണാൻ പറ്റാതെ പോയവർക്ക് കുറച്ചുകൂടി കോണ്ടന്റ്സ് ഈ ആഴ്ചയിലേക്ക് തിയേറ്റേഴ്സിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു 8-10 സിനിമകളോളം തന്നെ ഈ ആഴ്ച തിയേറ്ററുകളിൽ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട 3 റിലീസുകൾ നാളെ എത്തുകയാണ്. ഇന്നൊരു കുഞ്ചാക്കോ ബോബൻ ചിത്രവും റിലീസിന് എത്തുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ കണക്ക്.